പാലത്തിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് വർഷം കൊണ്ടൊന്നുമല്ല പാലം. ഇപ്പൊ എല്ലാരും അക്കരെ പാലത്തെ കൂടെ നടക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇന്നും പാലത്തേലാ വന്നത്. മുഖ്യമന്ത്രി മാമ, ഞങ്ങൾക്ക് സ്കൂളിൽ പോവാനും ആശുപത്രിയിൽ പോവാനും പാലം വേണം. MLA മാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടുന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് കടക്കാനൊരു പാലവും ഇല്ല. മഴക്കാലാകുമ്പോൾ വിടാൻ പറ്റത്തില്ല. വെള്ളമായി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ അക്കരെ കയറ്റാ. അഥവാ വെള്ളം കുറവെന്ന് പറഞ്ഞാൽ അക്കരെ കയറ്റി വിടും കൊച്ചുങ്ങളെ. വെള്ളം കൂടി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ഇക്കരെ കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ ആവണിപ്പാറയിലെ സെറ്റിൽമെന്റിലേക്ക് ഒരു വള്ളത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ് കടത്തുവഴി. കേരളം എന്തൊരു മാറ്റമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ മൈക്കിൽ കൂടി പറയുമ്പോൾ എല്ലാവർക്കും ഒരു സുഖം തോന്നും. പക്ഷേ ഒരു മാറ്റവും വരാത്ത ഒരുപാട് ഗ്രാമങ്ങൾ, വനഗ്രാമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ബ്ലോക്കിലെ അരുവാപ്പുരം പഞ്ചായത്തിലെ ആവണിപ്പാറ ഗോത്ര സെറ്റിൽമെന്റ്. ഇന്നും 50 വർഷങ്ങൾക്ക് ശേഷവും ഒരു പാലത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ജനതയെ നമുക്ക് കാണാം. ഇപ്പോഴും കടത്താണ് അവരുടെ യാത്രയ്ക്കുള്ള ഏക ആശ്രയം. അവരുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്ര. മാറി വന്ന സർക്കാരുകൾ ഒന്നും തന്നെ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. ഇപ്പോഴും പാലമെന്ന സ്വപ്നം കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറി. എന്റെ പേര് സുമ. നമ്മൾ അച്ചൻകോവിൽ നിന്ന് ആവണിപ്പാറയിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടുന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് കടക്കാനൊരു പാലവും ഇല്ല. പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ പെട്ടെന്ന് പറ്റില്ല. അത് 3-4 ദിവസമൊക്കെ ആയി പോകും. പിന്നെ അതേപോലെ തന്നെ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ 4 മണിയാകുമ്പോൾ എൻ്റെ പിള്ളേർ ഇഞ്ഞ് വരും. 5-6 പിള്ളേരുണ്ട്. അപ്പൊ അതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് മഴ സമയം ആയി കഴിഞ്ഞാൽ. പിന്നെ ഉണക്ക സമയമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നടന്നു പോകാനേ ഉള്ളു. പക്ഷെ മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വലിയ വെള്ളം ആകുമ്പോഴും അത് മേളിൽ നിന്ന് തടി ഒഴുകി വന്ന് അത് അടിച്ചു മറിച്ച് കളയും. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. ആ സമയം ഞങ്ങൾ വലിയ വെള്ളം ആകുമ്പോൾ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റില്ല. ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവര് വലിയ നിലയിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ വനയാത്രകൾക്കിടയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആവണിപ്പാറയിലാണ്. ആവണിപ്പാറ ഗോത്ര സെറ്റിൽമെന്റിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അച്ചൻകോവിൽ യാത്രയിൽ നമ്മൾ ചേമ്പോല എന്ന് പറയുന്ന ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് യാത്രയിൽ എല്ലാവരും കാണാറുണ്ട് ഒരു വള്ളം ഇങ്ങനെ കിടക്കുന്നത്. ഇടയ്ക്ക് ഫൈബർ ബോട്ട് വന്ന്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷമായിട്ട് ഈ ആവണിപ്പാറ നിവാസികൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഒരു പാലം. അവർ വനനിവാസികളായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് ഈ സുമച്ചേച്ചി പറയുന്നത്. അവരിവിടെ താമസിക്കുന്നവരാണ്. മിക്കവാറും ആൾക്കാർക്കെല്ലാം കൂലിപ്പണിയാണ്. ഒരു 10-35ഓളം വീടുകളാണ് ഇവിടെ ഉള്ളത്. നേരെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇവിടെ ആനകൾ എപ്പോഴും ഇങ്ങനെ സന്ധ്യ ഇറങ്ങി വരുന്ന കാരണം രാത്രി കാലങ്ങളിലുള്ള ആശുപത്രി പോക്ക് എല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ആവശ്യം അവർക്കൊരു പാലമാണ്. ഒരുപാട് സർക്കാരുകൾ മാറി വന്ന് ഇവരുടെ ആവലാതികളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇത്തവണ വോട്ടിടില്ല. ഇല്ല, ഇത്തവണ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ടിടില്ല. പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ്. ഇലക്ഷൻ സമയം വരും, വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ ഗോത്ര വിഭാഗങ്ങളോടുള്ള അവഗണന കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ അച്ചൻകോവിൽ ഭാഗത്ത് മാത്രമല്ല. സുമച്ചേച്ചി പറഞ്ഞതുപോലെ ഇനി അടുത്ത ഒരുപാട് പേര് ഈ ആവണിപ്പാറ സെറ്റിൽമെന്റ് സ്ഥലത്ത് നിന്ന് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ കടത്തിറങ്ങി ഇങ്ങനെ വന്ന് വള്ളത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ വിഷമങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കണ്ടേ? എൻ്റെ പേര് ശേഖരൻ. ഞാൻ ഇന്നത്തെ കടത്ത് എന്നിട്ട് ഈ വർഷം നിൽക്കുന്ന ഞാൻ. ഇത് നമുക്ക് അക്കരെ ഇക്കരെ പോകാൻ വേണ്ടിയുള്ള ഇതേ ഉള്ളൂ. പിന്നെ എല്ലാ വർഷവും വന്ന് പറയും, ഇതുപോലെ വരുന്നവരെല്ലാം പറയും പാലമുണ്ട്. ഇപ്പം അന്ന് വന്ന് അളന്നുകൊണ്ട് പോയായിരുന്നു, അളവൊക്കെ എടുത്തായിരുന്നു. അതിനും പിന്നെ പണിക്ക് വേണ്ടി ആരും വന്നിട്ടുമില്ല, അറിയത്തുമില്ല. നമ്മളിപ്പോ എത്ര മണി വരെ കടത്തുള്ളത്? ഇത് ഇവിടെ നിന്ന് ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവരെ രാത്രി എത്ര വൈകിയാലും കാണും. ഇവിടെ ഭരണകൂടം പറയും പോലെ എന്തൊരു മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 50 വർഷത്തിന് പിന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു വനഗ്രാമത്തിലേക്ക് സ്കൂളിൽ പോയിട്ട് കുട്ടികൾ തിരികെ വരുന്ന കാഴ്ച. രാവിലെയും വൈകിട്ടേയും കടത്തിനെ ആശ്രയിച്ചാണ് ഇവരുടെ യാത്ര. അച്ചൻകോവിലാറ്റിൽ മഴവെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോക്കുമില്ല. പെരുമഴക്കാലത്ത് അച്ചൻകോവിലാർ കരകവിഞ്ഞൊഴുകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ആദിവാസി ഉന്നതിയാണ് ആവണിപ്പാറ. ആദിവാസി സമൂഹത്തെ വോട്ട് ബാങ്കുകളായി കാണുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കുക. ഇവിടെയും കുറെ ജീവിതങ്ങളും അവർക്ക് അവകാശങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോവാനും കീഴിൽ പോവാനും പാലം വേണം. മുഖ്യമന്ത്രി മാമ. മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ കാണണമെങ്കിൽ ആദിവാസി ഉന്നതികളിൽ തന്നെ പോകണം. ഇതുപോലെയുള്ള എത്രയെത്ര വനഗ്രാമങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർക്കൊക്കെ എന്ത് ലഭിക്കുന്നു, എന്താണ് അവരുടെ ജീവിതം എന്നൊക്കെ ആരെങ്കിലും തിരക്കുന്നുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണിത്. ആളെന്നൊക്കെ വെച്ചിട്ടൊക്കെ പോയതാ.
അമ്മച്ചിയുടെ പേരെന്തുവാ? വിലാസിനി. എത്ര വർഷം അവിടെ താമസിക്കുന്നുണ്ട്? ഞങ്ങളെല്ലാം ഒരു 19 കൊല്ലം ആയി കാണും. ഈ അന്ന് തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മളിവിടെ കയറി വരുന്നത്? ഞമ്മള് ഈ മുള വെട്ടി ചങ്ങാടം കെട്ടി. ഈ പാലത്തിന്റെ കാര്യം ഇപ്പൊ കണ്ടില്ലേ, വീട് 6-7 മാസമായി വീട് പൊളിച്ചു വിട്ടു. എന്റെ വീടായി പൊളിച്ചിട്ടേക്കുന്നു. ഇല്ല, പൈസ വന്നില്ല പഞ്ചായത്തിൽ നിന്ന്. ഒരു പ്രാവശ്യം വന്നാ അതിന് പിന്നെ വന്നില്ല. അമ്മയുടെ വീടാണോ? എന്റെ വീടായി പൊളിച്ചിട്ടേക്കുന്നു. ഈ കൊല്ലമാ പൊളിച്ചത്. പൈസയുടെ കാര്യം പണ്ടില്ലെന്നാ പറയുന്നത്. എന്തോത്തിന് ചോദിച്ചാലും പണ്ടില്ലെന്നേ പറയത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാ. എൻ്റെ പേര് ജനാർദ്ദനൻ. ആവണിപ്പാറ സെറ്റിൽമെന്റ് കോളനിയിൽ താമസിക്കുന്ന. ഒരു പാലം നമുക്ക് അത്യാവശ്യമായിരുന്നു. ഒരു 10-50 വർഷം കാലം കൊണ്ട് പാലം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. പക്ഷേ പാർട്ടിമാർ ഭരണം വരുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാം റെഡിയായെന്ന് പറഞ്ഞാൽ അളന്ന് എല്ലാം കൊണ്ടുപോകും. പക്ഷേ സമയം ഇപ്പം ഈ പാർട്ടി കയറിയിട്ട് 10 വർഷമാണ് ആവുന്നില്ല. ഇപ്പം അതും നടക്കുന്ന ഒരു ലക്ഷണവും ഇല്ല. ദിനീഷ് MLA ഒക്കെ കണ്ടത് കണ്ടു. MLA 2-3 വട്ടം വന്ന് എല്ലാം നടപ്പാലത്തിന് വന്നു. ഇപ്പം എല്ലാ ജീപ്പുകാർ വരാൻ തന്നെ പണം വരാമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയായി. പൈസയൊക്കെ റെഡിയായി, ഫണ്ട് വരെ റെഡിയായി എന്നാണ് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്. തയ്യാറായി കഴിഞ്ഞാൽ ചാക്കിലൊക്കെ വെച്ച് കെട്ടി 2 പേരും കൂടി തോളത്തെടുത്തുകൊണ്ട് പോകും. വെള്ളത്തിൽ കൂടെ വള്ളത്തിനകത്ത് വെച്ച് അതിൽ അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കണം. വെള്ളത്തിൽ ജീപ്പ് വിളിക്കണം. ജീപ്പ് വിളിച്ചിട്ട് വിളിച്ച് കോന്നിപ്പോ 2000 രൂപ. രാത്രി ആന കാരണം ഇപ്പൊ കോന്നി റോഡ് മൊത്തം കാടായി കിടക്കും. അതിലെ പാനക്കത്തില്ല, അലിമുക്ക് വഴിയേ പോകാൻ പറ്റും. 5-6 മാസം കണ്ടായി ഇതുവരെ പൈസ കിട്ടിയില്ല. അത് ഇത് പൊളിച്ചതാ. അന്ന് മാത്രം ആദ്യത്തെ പൈസ കിട്ടി. ഒന്നും പറയുന്നില്ല, ഒന്നും അറിയത്തില്ല. പൈസ ഫണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഈ കൊച്ചിനകത്തോ ഷെഡ് താഴെ അടിച്ചത് കിടക്കുക. മഴയത്തും വെയിലത്തും വില്ലേജിൽ പോയപ്പം പറഞ്ഞു മോന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്താൽ മതി, കിട്ടുമെന്ന്. അതിന്റെ 2 മാസത്തിന് മുന്നേ പോയി കൊടുത്തു. അക്ഷയ കൊണ്ട് കൊടുത്ത് അത് തിരിച്ചു വന്നു ആ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ താലൂക്ക് ഓഫീസിൽ പോകുമ്പോ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. വില്ലേജിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഈ കിട്ടുന്നോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. സ്ഥിര താമസക്കാരാ. ജാതി വിളിക്കുന്ന പഴയ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൊണ്ട് കൊടുത്തണൊക്കെ പോലും അവരത് തിരിച്ചു വിട്ടു. സർട്ടിഫിക്കറ്റ് തന്നില്ല. ഇപ്പൊ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ പഠിക്കുന്നത് എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറയുന്നത്. ഇനി എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. ഇല്ല, റെയിൽവേ കിട്ടിയില്ല ഞങ്ങൾക്ക് ഓണക്കിറ്റ്. കൈക്കരന്ന് സിന്ധു മെമ്പർ അവിടെ പള്ളിക്കാരാ 2 കിറ്റ് കൊണ്ട് തന്നു. ഞങ്ങൾ ഇപ്പോഴും പറയും 2 കോടിയായി 3 കോടിയായി ഞങ്ങൾക്ക് പാലം കെട്ടിത്തരാമെന്നു. പാലം കെട്ടിത്തരത്തില്ല. എപ്പോഴും ആണുങ്ങൾ ആ വള്ളത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കയറി വരാൻ പറ്റൂ. അല്ലാതെ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. അവര് പാലം തരാമെന്ന് പറയുന്നതല്ലാതെ അവർ ഇന്ന് വരെ ആ ഒരു പാലത്തിന് ഒരു പണി തുടങ്ങിയിട്ടുമില്ല, അവർ ചെയ്യത്തുമില്ല. മഴ ആയിക്കഴിഞ്ഞാൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. 2 ആഴ്ച വരെ സ്കൂളിൽ പോകാതെ വിടും. ഹോസ്റ്റലിൽ പോകുന്ന കൊച്ചുങ്ങളും വെള്ളം ആയിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ കൊണ്ടുവിടാൻ പറ്റത്തില്ല. മഴക്കാലാകുമ്പോ വിടാൻ പറ്റത്തില്ല. വെള്ളം ആയിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ അക്കരെ കയറ്റാൻ അഥവാ വെള്ളം കുറവെന്ന് പറഞ്ഞാൽ അക്കരെ കയറ്റി വിടും കൊച്ചുങ്ങളെ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ഇക്കരെ കയറാൻ പറ്റത്തില്ല, അക്കരെ ഇക്കരെ ആവേണ്ടി വരും. അതുകൊണ്ട് കൊച്ചുങ്ങൾ മഴയാകുമ്പോഴത്തേനും സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. അതുപോലെ ഒരു തോട് ഇടിഞ്ഞ് ഞങ്ങളുടെ വീട് ഇടിഞ്ഞു പോവാറായി. എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഇപ്പൊ കെട്ടിത്തരാം പിന്നെ കെട്ടിത്തരാന്ന് പറയുന്നതല്ലാതെ ഈ അടുത്ത മഴയാകുമ്പോഴത്തേനും ഞങ്ങളുടെ വീട് ആറ്റിപ്പോവും. അതേ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ഒരു ബാത്റൂം ഉള്ളത് അതുപോലെ ഇടിഞ്ഞു പോയി. ആന്ന് വെള്ളമില്ല. ഒരു കിണർ വെട്ടി ഞങ്ങൾ 4-5 വീട്ടുകാർ ആദ്യം നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അത് ആർക്കും അല്ലാതെ വേറെ വെള്ളമില്ല. അതൊന്ന് കെട്ടിത്തരാൻ പറയുമ്പോ അതിന് ഫണ്ടില്ലെന്നാ പറയുന്നത്. മഴയാകുമ്പോഴത്തേക്കിനും തോട്ടിൽ കൂടെ വെള്ളം മൊത്തം അതിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നത്. തോട്ടിലെ വെള്ളം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുടിക്കുന്നത്. ഉണക്കാകുമ്പോ ഞങ്ങൾക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടും. കെട്ടിയിരുന്നാണ് ഒരു ഉരുൾപൊട്ടൽ വന്ന് അത് ഇടിഞ്ഞു പോയി കെട്ടിയിരുന്നത്. 2 പേരും ഈ ഇതിനകത്താണ് കിടക്കുന്നത്. ഈ മഴയത്ത് മൊത്തം വെള്ളം വീഴത്തില്ലയോ? ഇതിനകത്ത് എങ്ങനെ കിടക്കും? മോളിൽ നിന്ന് ഈ മഴവെള്ളം ഇടിച്ചു കുത്തിയ മലയിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞു വരുമ്പോ ഇതൊക്കെ എടുത്തോണ്ട് പോകത്തില്ലേ? ഇതെല്ലാം പാചകമല്ല ഇതിനകത്തല്ലയോ? വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗതികേടെന്ന് പറയാം അല്ലയോ?
ഭരണാധിപന്മാരൊന്നും കാണാത്ത ഒരു അവസ്ഥയാണ് ഇതൊക്കെ. അപ്പൊ മോളിൽ നിന്ന് വെള്ളം മറിയുകയും പാമ്പൊക്കെ കയറത്തില്ല ചേട്ടാ? എല്ലാം വരും, പാമ്പും വരും, എല്ലാം വരും, എല്ലാ പാമ്പും വരും. എല്ലാ പാമ്പുകളും ഇവിടെ വരും. പാമ്പും പന്നിയും പുലിയും പന്നി, പുലി എല്ലാം വരും, ആന എല്ലാം വരും. എല്ലാം വന്നാലും ഒന്നും ചെയ്യുന്നില്ല. ഇത് ആരും ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. അത് പോകത്തേ ഉള്ളു. വന്ന വഴിക്ക് തിരിച്ചു പോകും. എല്ലാം കൂടെ മൊത്തത്തിൽ ദുരിതമാ. അപ്പോൾ നമ്മള് ഇപ്പൊ ഈ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ട് എല്ലാ അഭിപ്രായങ്ങളും കേട്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മള് കോന്നി താലൂക്കിലാണ്, അരുവാപ്പുറം പഞ്ചായത്തിലാണ്, ആവണിപ്പാറ ട്രൈബൽ സെറ്റിൽമെന്റിലാണ്. ഈ കാഴ്ചകൾ കാണുമ്പോൾ അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇവിടെ വന്നാൽ പോരാ. ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. പാലത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷേ അതൊന്നും അല്ല പ്രശ്നം. അതിനപ്പുറം കുടിവെള്ളമില്ല. ഇവർക്കൊരു കിണറോ വലിയ കുളമോ ഒക്കെ കുടിച്ച് പമ്പ് സെറ്റ് വെച്ചാൽ ഇവിടെ ഒരു 10-35 വീട്ടുകാരുണ്ട്. എല്ലാവർക്കും കിട്ടും. അടിസ്ഥാന സൗകര്യങ്ങളില്ല. ട്രൈബൽ പ്രൊമോട്ടർമാർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്നത് ജയകുമാറേട്ടന്റെ വീടാണ്. അടിസ്ഥാനം മാത്രം കെട്ടിയിട്ടേക്കാണ്. 80,000 രൂപ കൊണ്ട് കൊടുത്തു. വീട് പൊളിച്ചിട്ട് ഇപ്പോൾ അപ്പുറത്ത് ഒരു കൂര കെട്ടിയാണ് കിടക്കുന്നത്. ഇനിയും അടുത്ത ഫണ്ട് കൊടുക്കണമെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഒരു വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. പലർക്കും പ്രമാണമില്ല. അതുപോലെ തന്നെ കൈവശ രേഖയാണ്. പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ആ MLA കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരും നിങ്ങളെപ്പോലെ അവകാശങ്ങളുള്ളവരാണ്. അതുകൊണ്ട് ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ആവണിപ്പാറ സെറ്റിൽമെന്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. അധികാരികൾ ഒന്ന് കണ്ണു തുറക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. ആവണിപ്പാറയിലെ സെറ്റിൽമെന്റിൽ പോയി അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും താമസക്കാരുടെ പ്രശ്നങ്ങളും ഒക്കെ പകർത്തി ഇക്കരയ്ക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളുള്ള കൂട്ടത്തിൽ ദുഃഖകരമായ കാഴ്ചകളുമുണ്ട്. ഞങ്ങൾ ഈ ആവണിപ്പാറയിലെ സെറ്റിൽമെന്റിലേക്ക് ഒരു വള്ളത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ് കടത്തുവഴി. അപ്പോൾ അധികാരികൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ കടത്തുകളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഗ്രീൻ ഡിവിഷന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.